Hello, sir. Hello. ഓക്കെ സബീന, നമുക്ക് ഇതില് ഫിസിക്കൽ സ്റ്റോക്കും അതുപോലെ തന്നെ ഗോ ഡൗൺ ട്രാൻസ്ഫർ ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വർക്ക് ഉണ്ടാവും. കഴിഞ്ഞ ദിവസം അങ്ങനെയാണ് കണ്ടത്. ഗോ ഡൗൺ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ഗോഡൌണിൽ നിന്ന് വേറെ ഗോഡൌണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സാർ ഞാൻ ഇത്ര സമയം സാറ് പറഞ്ഞ ഒന്നും കേട്ടിട്ടില്ല. ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് എക്സിറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതെ, ഓക്കെ ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് അല്ലെ. ഇൻവെന്ററി മാനേജ്മെന്റ് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കിയില്ലേ. എന്തൊക്കെ ഉണ്ടായിരുന്നു? സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നു, അതിന്റെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിന്റെ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യുന്നു, അതിന്റെ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, അതിന്റെ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ക്വാണ്ടിറ്റി, റേറ്റ്, വാല്യൂ ഒക്കെ നമുക്കറിയാം അല്ലെ. സ്റ്റോക്ക് ഐറ്റത്തിന്റെ അറിയില്ലേ? ലൊക്കേഷൻ, ഗ്രൂപ്പ്, കാറ്റഗറി, പിന്നെന്താണ് ഐറ്റം, യൂണിറ്റ്, ക്വാണ്ടിറ്റി, റേറ്റ്, വാല്യൂ. ഇത്ര കാര്യങ്ങൾ സ്റ്റോക്ക് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം. ഓക്കെ. ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് പർച്ചേസ് ഓർഡർ ആൻഡ് സെയിൽസ് ഓർഡർ നമുക്കറിയാം, ശരിയല്ലേ? ഇല്ലേ, അതിന്റെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തില്ലേ? പർച്ചേസ് ഓർഡർ എങ്ങനെ ജനറേറ്റ് ചെയ്യാം, സെയിൽസ് ഓർഡർ ചെയ്തു. ഓക്കെ. അപ്പൊ പർച്ചേസ് ഓർഡർ, ഇനി പർച്ചേസ് ഓർഡർ പ്രകാരമുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മള് റെസിപ്റ്റ് നോട്ട് അടിക്കും അല്ലേ. റെസിപ്റ്റ് നോട്ട് അടിക്കും. സെയിൽസ് ഓർഡർ പ്രകാരമുള്ള സാധനങ്ങളാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെലിവറി നോട്ട് അടിക്കും അല്ലേ. ഡെലിവറി നോട്ട് അടിക്കും. ഓക്കെ. ഈ റിസീവ് ചെയ്ത സാധനത്തിന് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുന്നു അല്ലേ. അപ്പൊ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് എന്താണ്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ GRN അടിക്കണം അല്ലേ. ഡെലിവറി നടത്തിയിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവോയ്സ് അടിക്കുന്നു, ശരിയല്ലേ? ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മള് റെസിപ്റ്റ് നോട്ട് അടിച്ചു, GRN അടിക്കണേക്ക് മുമ്പ് സാധനം തിരിച്ചു വിടുകയാണെങ്കിൽ എന്താണ്? നമ്മൾ റിജക്ഷൻ ഔട്ട് അല്ലേ. അതുപോലെ തന്നെ ഡെലിവറി നോട്ട് അടിച്ചിട്ട് സാധനം നമ്മൾ ഡെലിവറി ചെയ്യുന്നില്ല, അതിന് മുമ്പ് ക്യാൻസൽ ചെയ്യാണ്. അപ്പൊ അതിനാണ് റിജക്ഷൻ ഇന്ന്, തിരിച്ചകത്തേക്ക് റിജക്ഷൻ ആക്കുകയാണ് ചെയ്യണേ അല്ലേ. അപ്പൊ റിജക്ഷൻ ഔട്ട് അത് നമ്മൾ ചെയ്തു, റിജക്ഷൻ ഇന്ന് അത് നമ്മൾ ചെയ്തു. ഇതൊക്കെ അതിൽ ഡോക്യുമെന്റേഷൻ ആണ് ഇൻവെന്ററി മാനേജ്മെന്റില്. ഓക്കെ. അല്ല, ABC അനാലിസിസ് നമ്മൾ നോക്കിയിരുന്നോ? ഇല്ല, നോക്കിയിരുന്നു. അപ്പൊ ABC അനാലിസിസിന് നിങ്ങൾക്ക് ഒരു എക്സൽ ഫയൽ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ്, നോൺ മൂവിങ് അതിന്റെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേരിയസ് സ്റ്റോക്ക് ലെവൽസിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. മിനിമം ലെവല്, മാക്സിമം ലെവല്, റീഓർഡർ ലെവല്, ശരിയല്ലേ? റീഓർഡർ ലെവല്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായി? ഇനി ഇതിലെ
ഫിസിക്കൽ സ്റ്റോക്ക് ആൻഡ് ഗോഡൌൺ ട്രാൻസ്ഫർ. ഇത് മാത്രമാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അതോടുകൂടി ഈ ഏരിയ ഇൻവെന്ററി മാനേജ്മെന്റ് എന്നുള്ള ഏരിയ നമ്മൾ കവർ കഴിയാണ്. ലാസ്റ്റ് പാർട്ടാണ് നമ്മുടെ കോഴ്സിലെ ലാസ്റ്റ് പാർട്ടാണ് ഫിസിക്കൽ സ്റ്റോക്ക് ആൻഡ് ഗോഡൌൺ ട്രാൻസ്ഫർ. ഫിസിക്കൽ വെരിഫൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആക്ച്വൽ ക്വാണ്ടിറ്റിയും ബുക്കിലെ ക്വാണ്ടിറ്റി, അതായത് ആസ് പെർ ബുക്സും ഫിസിക്കലായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട് സ്റ്റോക്ക് ടേക്കിംഗിൽ. യെസ്, അതുപോലെ തന്നെ സ്റ്റോക്ക് റീകൺസിലേഷൻ നമ്മൾ ചെയ്യണം. സ്റ്റോക്ക് റീകൺസിലേഷൻ ചെയ്യാനുള്ള പരിപാടിയാണ് അത്. അതുകൂടാതെ നമ്മൾ ചിലപ്പോൾ എന്റെ കണ്ണൂരുള്ള ഗോഡൌണിൽ നിന്ന് ചിലപ്പോൾ ഞാൻ തൃശ്ശൂരുള്ള ഗോഡൌണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും ഐറ്റംസ്. പല ഐറ്റംസ് പല ഗോഡൌണിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യും. അതിനാണ് നമ്മൾ ഗോഡൌൺ ട്രാൻസ്ഫർ എന്നുള്ള സംഗതി ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും എനേബിൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വൗച്ചേഴ്സിൽ അതർ വൗച്ചേഴ്സിൽ പോയിട്ട് ഇൻവെന്ററിയുടെ പാർട്ട് എടുക്കുക, അതർ വൗച്ചേഴ്സിൽ പോയിട്ട് ഇൻവെന്ററിയുടെ പാർട്ട് എടുക്കുക, ആ ഇൻവെന്ററിയുടെ പാർട്ടിൽ നിന്ന് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുക. ഇത് രണ്ടും അതിലുണ്ട്. അതിനുള്ള പ്രോബ്ലം കഴിഞ്ഞ ദിവസം ജസ്റ്റിന് ഇട്ടുണ്ടായിരുന്നു. അതിൽ ഏതോ ഒരെണ്ണത്തിന്റെ വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. ഒരു സെക്കൻഡ്, ഇല്ല ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. ഇട്ടുണ്ടായിരുന്നു 2 ദിവസമായിട്ട് ഇട്ട്. അതിന്റെ ഇടയിൽ വാറ്റിന്റെ ക്ലാസ്സിന് കയറിയിരുന്നോ? ഇല്ലില്ല, ഞാൻ എന്നിട്ട് അതിന്റെ ഇത് റെക്കോർഡഡ് ക്ലാസ് വേണമെന്ന് ജസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഓഫീസിലേക്ക് വിളിച്ച് ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫീസ് നമ്പറിലേക്ക് മെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്തിരുന്നു. അതല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് കേറി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കേട്ടിട്ടൊന്നുമില്ല, വെറുതെ ഒന്ന് കയറിയത്. അതല്ലേ, ഇതില് ഫിസിക്കൽ സ്റ്റോക്ക് ആൻഡ് ഗോഡൌൺ ട്രാൻസ്ഫർ ഇടുന്ന ആളെന്നെ ഇട്ടുണ്ടായിരുന്നല്ലോ. ഏതോ ഫ്ലെക്സ് ബജറ്റിന് ശേഷം പിന്നെ വാറ്റിന്റെ ക്ലാസ്സിലത് കേട്ടിട്ടുണ്ടായിരുന്നു. അതല്ലേ, അപ്പൊ അതെന്തായാലും അടുത്ത ദിവസം എന്തായാലും ജസ്റ്റിന് ഇട്ട് തരും കേട്ടോ. ആള് കുറച്ച് ദിവസം ലീവിലാണ്, 2 ദിവസം അയാൾ ലീവ് എടുത്തിട്ട് വീട്ടില് മെഡിക്കൽ എമർജൻസി ആയിട്ട് എടുത്താണതാണ്. അപ്പൊ അടുത്ത ദിവസം ആള് ക്ലാസ്സിൽ ഇതിടും. അപ്പൊ അത് നോക്കിയിട്ട് ഫിസിക്കൽ സ്റ്റോക്കും ഗോഡൌൺ ട്രാൻസ്ഫറും തമ്മിൽ ചെയ്യാനായിട്ട് നോക്കുക അടുത്ത ദിവസം. അപ്പൊ അതോടുകൂടി നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം ഏകദേശം അവസാനിക്കുകയാണ്. നമുക്ക് ആ ഒരു ഏരിയയെ കുറിച്ച് അത്യാവശ്യം നമുക്ക് ഇതുവരെ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഓരോ സ്ഥാപനങ്ങളിൽ ചെന്ന് ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അത് നമ്മൾ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അതായത് ഇൻവെന്ററി മാനേജ്മെന്റിൽ ഒരു പാർട്ടും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റിന്റെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഏരിയ അവസാനിക്കുകയാണ്. അപ്പൊ എന്താ നമ്മളെ സംബന്ധിച്ച് ഇതുവരെ നമ്മൾ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കിട്ടിയിരുന്നു അല്ലെ? എങ്ങനെയാണ് പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും കുറെ കാര്യങ്ങൾ നമ്മൾ അക്കൗണ്ട്സ് വിട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെ? അക്കൗണ്ട്സിന്റെ പാർട്ട് തന്നെയാണ്, പക്ഷെ എന്താ പോലെ അതൊരു വേറൊരു ഏരിയ ആയിട്ടാണ് ഏത് സ്ഥാപനത്തിലും വർക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ കറന്റ് അസറ്റ്സിൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ആവശ്യമുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആ വാല്യൂ കറക്റ്റ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെയും കൂടി ചുമതലയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിനാണ് എന്ന് പറയുന്നതിന്റെ മുഖ്യമായിട്ടുള്ള കാരണം ഇതാണ്. ഓക്കെ, അപ്പൊ വിവിധങ്ങളായ കുറെ ഫോമുകൾ ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നു. അത് ഓരോ സ്റ്റേജിലും ഓരോ ഗൂഡ്സും കടന്നു പോകുന്നതാണ്. ചിലതിന് ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ചിലതിന് ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. അപ്പൊ പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡർ, റെസിപ്റ്റ് നോട്ട്, ഡെലിവറി നോട്ട്, GRN, ഇതിനൊന്നും ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കാരണം അത് അക്കൗണ്ട് ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ സെയിൽസ് ഇൻവോയ്സ് ഉണ്ട്, അതുപോലെ തന്നെ പർച്ചേസ് ഇൻവോയ്സ് ഉണ്ട് അല്ലെ? 2 തരം ഇൻവോയ്സുകൾ ഉണ്ട് നോർമലി. പർച്ചേസ് ചെയ്തിട്ട് കിട്ടുന്ന ഇൻവോയ്സിനെ പർച്ചേസ് ഇൻവോയ്സ് എന്നും, സെയിൽസ് നടത്തുമ്പോൾ കൊടുക്കുന്ന ഇൻവോയ്സിനെ സെയിൽസ് ഇൻവോയ്സ് എന്നും പറയപ്പെടുന്നു അല്ലെ? ശരിയല്ലേ? അപ്പോ നമ്മള്
അതുപോലെ തന്നെ ABC ക്ലാസിഫിക്കേഷൻ, ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ്, നോ മൂവിങ് ക്ലാസിഫിക്കേഷൻ, അങ്ങനെ സ്റ്റോക്ക് ലെവലുകൾ, വിവിധങ്ങളായ സ്റ്റോക്ക് ലെവൽ ഫിക്സ് ചെയ്യുന്നു. മിനിമം ലെവല്, മാക്സിമം ലെവല്, റീഓർഡർ ലെവൽ തുടങ്ങിയ സ്റ്റോക്ക് ലെവൽസ് ഫിക്സ് ചെയ്യുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതില് അവസാനത്തെ ഒരു ഘട്ടത്തിലുള്ളതാണ് ഫിസിക്കൽ സ്റ്റോക്ക്, അതിന്റെ സ്റ്റോക്ക് റീകൺസിലേഷനും അതുപോലെ തന്നെ ഗോഡൌൺ ട്രാൻസ്ഫർ എന്ന് പറയുന്നതും. ഒരു ഗോഡൌണിൽ നിന്ന് വേറെ ഗോഡൌണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്, ഐറ്റംസിന്റെ ലഭ്യത അനുസരിച്ച്. അപ്പൊ അതൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നാൽ അത് എളുപ്പമായിരിക്കും നമ്മളെ സംബന്ധിച്ച്. അപ്പൊ ഇൻവെന്ററി മാനേജ്മെന്റ് എന്റെ ക്ലാസ് നാളെ അതിന്റെ ഈ പറഞ്ഞ ഇത് ഇടുന്നതായിരിക്കും. ഞാൻ നോക്കട്ടെ, ജസ്റ്റ് ഇട്ടിട്ട് ഇനി ഡിലീറ്റ് ചെയ്താണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കും ചിലപ്പോ. ഇല്ല, ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് പറഞ്ഞു, സാർ ക്ലാസ്സിൽ വരാത്തോണ്ട് ആൾക്ക് ഫുൾ ഫയൽ എടുക്കാൻ പറ്റിയില്ല എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. ആള് ഇട്ടുതന്നിട്ടുണ്ട്, എനിക്ക് ഇട്ടുതന്നിരിക്കുന്നത്, നിങ്ങൾക്കല്ല, എനിക്ക് ഇട്ടുതന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ നാളെ ഓഫീസിൽ നിന്ന് ഞാൻ ആക്കാം, അവിടുന്ന് ചെയ്യിപ്പിക്കാം. കാരണം ഇത് ഫുള്ളല്ല, ഇതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഗോഡൌൺ ട്രാൻസ്ഫർ മാത്രമേ എന്റെ ഉള്ള പ്രോബ്ലത്തിലുള്ളൂ, ഫിസിക്കൽ സ്റ്റോക്കിന്റെ ഇത് ആയിട്ടില്ല. അപ്പൊ അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ അതൊന്ന് ശ്രദ്ധിക്കണം. നാളെ ചെയ്തിട്ട്, നാളെ സമയമുണ്ട്, നാളെയും കൂടി ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. നമുക്ക് മറ്റന്നാളത്തെ ക്ലാസ്സിൽ നമുക്ക് റെസിപ്റ്റ് നോട്ടും ഡെലിവറി നോട്ടിലും നമ്മൾ ചെയ്ത പോലെ തന്നെ അതേ സംഭവം, അതേപോലെ തന്നെ അതെ സെയിം തന്നെ പോലെ സാധനങ്ങളാണ് ഈ ഫിസിക്കൽ സ്റ്റോക്കും ഗോഡൌൺ ട്രാൻസ്ഫറും. ആ ഓപ്ഷനിൽ തന്നെ പോയി നിങ്ങൾക്ക് കിട്ടും, എനേബിൾ ചെയ്താൽ മതി ടാലിയില്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിലേക്ക് അടുത്ത ദിവസം കടക്കണം. നമുക്ക് പേറോൾ മാനേജ്മെന്റ് എന്നിട്ടൊരു സെക്ഷൻ ഉണ്ട്, പേറോളിലേക്ക് നമുക്ക് കടക്കണം. അതിനുശേഷം നമ്മൾ തിയറി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രാക്ടിക്കൽസ് ചെയ്തോ? നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്തോ പേറോൾ മാനേജ്മെന്റ്? അപ്പൊ പേറോളിന്റെ പ്രാക്ടിക്കൽസ് നമുക്ക് ചെയ്യണം, അത് വൈകിക്കാണ്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് അക്കൗണ്ട്സ്, ബാക്കിയുള്ള ഏരിയ കവർ ചെയ്യാനുണ്ട്. നമ്മൾ കുറച്ചങ്ങോട്ട് തുടങ്ങി വെച്ചിട്ടുണ്ടായുള്ളൂ. ജേർണലൈസേഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇല്ല, ജേർണലൈസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ പ്രോബ്ലംസ് എന്തൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കൊണ്ട്. ഇനി അടുത്ത ലെവലിലേക്ക് നമുക്ക് വേഗം പോണം. പേരോട് മറ്റേ സാറ് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് അല്ല, പേരോള് മറ്റേ സാറ് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ഒരു ക്ലാസ് വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഡിലേ ആണെന്ന് തോന്നുന്നു. അല്ല, പേറോൾ എടുത്തത് ആദ്യം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സാറ് പറഞ്ഞു സാർ എടുക്കാന്ന് പറഞ്ഞു. പിന്നെ വിബീഷ് സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ അതിന്റെ ഇടയിൽ? അതെ, വിബീഷ് സാറല്ലേ സാറ് എടുത്തു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്ലാസ് കൂടെ. പിന്നെ വന്നിട്ടില്ല അല്ലേ? പിന്നെ വന്നില്ലല്ലോ. ഓക്കെ, ഞാൻ നോക്കാം, സാറോട് ചോദിക്കാം. സാറെടുത്തോ, കുഴപ്പമൊന്നുമില്ല. സാറെടുക്കുമ്പോ എനിക്ക് അതെ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോ ഇത് അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. കാരണം എന്തെങ്കിലും ഒരെണ്ണം ഉള്ളു കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഒരെണ്ണം ഇട്ടിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് രണ്ടും കൂടി ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ ചെയ്യാനായിട്ട്. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ചില സമയത്ത് വീക്ക് ആവണതായിരിക്കാം സിഗ്നല്. ഹലോ, ഹലോ, ഹലോ.
ഹലോ സബീന. ഹലോ സബീന. ഹലോ, കേൾക്കുന്നുണ്ടോ? ദൈവമേ, ഇങ്ങോട്ട് കേട്ടോ.